അർബൻ മാവോയിസ്റ്റുകൾക്കെതിരായ റിപ്പോർട്ടുകളും പൂഴ്ത്തി സംസ്ഥാന സർക്കാർ. ജനകീയ സമരങ്ങളിൽ നുഴഞ്ഞുകയറിയായിരുന്നു ഇവരുടെ പ്രവർത്തനം. കൊച്ചിയിൽ ക്രിസ്ത്യൻ പുരോഹിതർക്ക് കമ്മ്യൂണിസ്റ്റ് ഭീകരബന്ധമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി ലഭിച്ചിരുന്നു. അർബൻ മാവോയിസ്റ്റുകൾ വഴിയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ പുരോഹിതരടക്കമുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുന്നത്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, നമ്മളിപ്പോൾ ഛത്തീസ്ഗഡിലെ പല വനവാസി മേഖലകളിലെയും സാഹചര്യം വിലയിരുത്തുകയുണ്ടായി. അവിടെ സാധാരണക്കാർക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിൽ ക്രിസ്തീയ മത പുരോഹിതർ എത്തുന്നുണ്ട്. അവർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ട്, അല്ലെങ്കിൽ മാവോയിസ്റ്റ് സഹായം ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ അർബൻ മാവോയിസ്റ്റുകൾക്കെതിരായ റിപ്പോർട്ടുകൾ നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തിൽ വരുന്നുണ്ട്. പക്ഷേ അത് സംസ്ഥാന സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ജനകീയ സമരങ്ങളിലും ഇത്തരത്തിലുള്ള ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് എന്നുള്ള ചില രഹസ്യ വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ തുടർന്ന് അങ്ങോട്ടുള്ള യാതൊരു നടപടിയോ അല്ലെങ്കിൽ ഒരു നിരീക്ഷണമോ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണോ വസ്തുത? രോഹിണി, കഴിഞ്ഞ ദിവസങ്ങളിലാണ് സീറോ മലബാർ സഭയിലെ 3 വൈദികർ ഉൾപ്പെടെയുള്ള 12 പേർക്കെതിരെ കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകിയത്. അതായത് ഈ 12 പേർക്കെതിരെ അന്വേഷണം വേണം, സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. ഈ 12 പേർക്കും മാവോയിസ്റ്റ് ഭീകരരുമായി വലിയ ബന്ധമുണ്ട്, അടുത്ത ബന്ധമുണ്ട്. അതുകൂടാതെ തന്നെ ദേശവിരുദ്ധ സംഘടനകളിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ട് പിന്നീട് ഇവർ ആ പണം വെളുപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു കാത്തലിക് ഫോറം ആവശ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, വസ്തുതകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് നേരത്തെ തന്നെ സംസ്ഥാന ഇന്റലിജൻസിന് അർബൻ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള ചില തെളിവുകൾ ലഭിച്ചിരുന്നു. ഇക്കാര്യം റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന ഇന്റലിജൻസ് സർക്കാരിലേക്ക് കൈമാറി. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ യാതൊരു തരത്തിലും നടപടി സ്വീകരിച്ചില്ല, പകരം നിശബ്ദത പാലിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം എന്ന് പറയുന്നത്, ഈ അർബൻ മാവോയിസ്റ്റുകൾ വഴിയാണ് ഈ പുരോഹിതർ ഈ പറയുന്ന മാവോയിസ്റ്റ് ഭീകരരുമായിട്ട് ബന്ധം പുലർത്തിയത്, ഈ പണം നേടിയെടുത്ത ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന മറ്റൊരു വിവരം. എന്തായാലും ഈ പുരോഹിതർക്കെതിരെ അന്വേഷണം വ്യാപിപ്പിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ അർബൻ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ ശക്തമായിട്ടുള്ള പരിശോധനയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ അന്വേഷണം വേണമെന്നുള്ളതാണ് നിലവിൽ ഉയരുന്ന ഒരു ആവശ്യം. നേരത്തെ ഈ കൊച്ചി കേന്ദ്രമാക്കിയുള്ള അല്ലെങ്കിൽ കേരളത്തിലെമ്പാടുമുള്ള ജനകീയ സമരങ്ങൾ ഹൈജാക്ക് ചെയ്തുകൊണ്ടായിരുന്നു ഈ പറയുന്ന അർബൻ മാവോയിസ്റ്റുകൾ അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചത്. ഈ നഗര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് മാവോയിസ്റ്റ് ഭീകരരുടെ ആശയങ്ങൾ, അവരുടെ മാവോയിസ്റ്റ് ഭീകരവാദത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങൾ ശക്തിപ്പെടുത്തുക, ഇതാണ് ഈ അർബൻ മാവോയിസ്റ്റുകൾ ലക്ഷ്യമിട്ടിരുന്നത്. അതിനു വേണ്ടിയിട്ട് നവമാധ്യമങ്ങൾ അടക്കം ഉപയോഗിക്കുകയും അതിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഈ അർബൻ മാവോയിസ്റ്റുകളുമായിട്ട് പുരോഹിതർ ബന്ധമുണ്ടാക്കി പിന്നീട് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായിട്ട് മറ്റ് ഇടപാടുകൾ നടത്തുകയായിരുന്നു പതിവ്. എന്തായാലും ഈ നേരത്തെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നാഗ്പൂരിൽ അറസ്റ്റിലായി. ഇക്കഴിഞ്ഞ മെയിലാണ് നാഗ്പൂരിൽ 2 പേർ അറസ്റ്റിലായത്, ഈ സിദ്ദിഖിയും റജാസും. ഇരുവരും നേരത്തെ കൊച്ചിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് വിവരം. ഇതടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് സംസ്ഥാന ഇന്റലിജൻസ് സർക്കാരിന് കൈമാറിയത്. പക്ഷേ ആ റിപ്പോർട്ടുകൾ കേന്ദ്രീകരിച്ച് തുടർ നടപടിയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ കടന്നില്ല, പകരം അതിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. എന്തായാലും അർബൻ മാവോയിസ്റ്റുകൾ കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ്, നോക്കുകുത്തിയാവുകയാണ് സർക്കാർ സംവിധാനം എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. രോഹിണി.